നമ്മളുടെ നാട്ടിലൊക്കെ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് വിടുകയാണല്ലോ പതിവ്. പക്ഷെ ലക്ഷദ്വീപിൽ മാത്രം ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇവിടെ ആണുങ്ങളെ കല്യാണം കഴിച്ച് വിടുക ചെയ്യുന്നത്. കടലിലെ മണ്ണിര, ഇവരിവിടെ പാമ്പെന്ന് അതിന് പറയുന്നത്. ഹലോ, വെൽക്കം ടു മൈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ കൃഷ്ണപ്രഭ. ഞങ്ങളൊരു യാത്ര പോവാം. എങ്ങോട്ടാ? ലക്ഷദ്വീപ് വരെ പോവാം. അഗത്തി, ലക്ഷദ്വീപ്. ഹലോ, അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഒരു ഫാമിലി ട്രിപ്പിലാണ്. അതും നമ്മളുടെ ലക്ഷദ്വീപിലേക്ക്. ഞങ്ങൾ ഫ്ലൈറ്റിനാണ് പോകുന്നത്. കൊച്ചി ടു അഗത്തി ആണ്, അഗത്തി ഐലൻഡിലാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഞങ്ങൾ ശരിക്കും ജസ്റ്റ് ഒരു 3 ദിവസത്തെ ട്രിപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ 3 ദിവസം കൊണ്ട് തന്നെ മാക്സിമം ഞങ്ങൾ കവർ ചെയ്യും. പിന്നെ സ്കൂബ ഡൈവിങ്, കയാക്കിങ്, ഗ്ലാസ് ബോട്ടിങ്, ബംഗാരം ഐലൻഡ്സ് അതെല്ലാം ഞങ്ങൾ കവർ ചെയ്യും. ഞങ്ങൾ ഈ ട്രാവൽ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു ട്രാവൽ പാർട്ട്ണറായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് QC ട്രാവൽസ് ആണ് ലക്ഷദ്വീപിലുള്ളത്. ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഇട്ടേക്കാം. ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മളവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും ഞങ്ങളൊരു 3 ദിവസത്തെ കിടലൻ ട്രിപ്പിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു നമ്മൾ എളുപ്പം പെട്ടെന്ന് പോയിട്ട് വരാനായിട്ട്. ഇപ്പോൾ ഫ്ലൈറ്റിൻ്റെ കാര്യമാണ് എല്ലാ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് ആക്ച്വലി നവംബറിൽ ബുക്ക് ചെയ്തതാണ്. എൻ്റെ പിറന്നാൾ ഡിസംബറിൽ ഓൺചാൻ്റെ പിറന്നാൾ, ഫെബ്രുവരിയിൽ അമ്മയുടെ പിറന്നാൾ. അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം എന്തായാലും ഒരു ട്രിപ്പായിട്ട് ഞങ്ങൾ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ പെട്ടെന്ന് നമുക്ക് പോയിട്ട് വരിക, അവിടെ ഏറ്റവും കൂടുതൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഞങ്ങൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത്. QC ട്രാവൽസിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ തന്നെ ടിക്കറ്റ്സ് എല്ലാം ബുക്ക് ചെയ്തു. ഞങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് ജാനുവരിയിലേക്കാണ് ടിക്കറ്റ്സ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്കിപ്പോൾ പ്രോഗ്രാംസും ഷൂട്ടും ഒക്കെ നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഒരു 3 ദിവസത്തെ ട്രിപ്പായിട്ട് ഞങ്ങളിത് ഒതുക്കിയതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 1 വീക്കൊക്കെ അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് പോരാം എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും ഞങ്ങൾ ഫ്ലൈറ്റിനാണ് പോകുന്നത്. നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഡിലേ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഞങ്ങൾ നവംബറിൽ ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് ജാനുവരിയിലേക്കാണ് ഫ്ലൈറ്റ് കിട്ടിയത്. അപ്പോൾ നിങ്ങളിപ്പോൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പുറത്ത് ഇപ്പോൾ ലക്ഷദ്വീപ് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ നമ്മളുടെ PM വിസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ ഒത്തിരി അവിടെ ഇനിയും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് ലക്ഷദ്വീപ് ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് എന്താ പറയുക ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടിക്കറ്റ് റേറ്റ്സൊക്കെ ഇനിയും ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവൈലബിലിറ്റി കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ ബുക്ക് ചെയ്താൽ ചിലപ്പോൾ ഒരു 2 മാസത്തേക്കൊക്കെ ഡിലേ വരാൻ ചാൻസ് ഉണ്ട്. ലക്ഷദ്വീപിൽ പോകാൻ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ബുക്ക് ചെയ്തോ. അപ്പോൾ നമുക്കൊരു 1 മാസം അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിലൊക്കെ നമുക്ക് പോയി വരാൻ സാധിക്കും. അപ്പോൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു പറയാം. QC ട്രാവൽസിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഇതിൽ ഷെയർ ചെയ്തേക്കാം. ഓക്കെ. കണ്ടിന്യൂസ് ആയിട്ടുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ തൊണ്ടവേദനയും ഒച്ചയടപ്പും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ വോയിസ് ഓവറിലെല്ലാം ഈ അടഞ്ഞ ശബ്ദമായിരിക്കും നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ശബ്ദം ശരിയായിട്ട് ലക്ഷദ്വീപിനെ പറ്റിയിട്ടുള്ള വ്ളോഗ് തയ്യാറാക്കാം എന്ന് വിചാരിച്ചാൽ ശബ്ദം ഈ അടുത്തൊന്നും ശരിയാവുന്ന ലക്ഷണം കാണുന്നില്ല. തന്നെയല്ല, ചൂടാറും മുന്നേ തന്നെ ലക്ഷദ്വീപിലെ വിശേഷങ്ങൾ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അങ്ങനെ ഞങ്ങൾ ലക്ഷദ്വീപിലുള്ള അഗത്തി എയർപോർട്ടിലെത്തി. ഇവിടുത്തെ എയർപോർട്ടാണ് എന്നെ ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിച്ചത്. ആകെ കഷ്ടിച്ച് ഒരു 2 മുറി എന്ന് പറയാം. പേപ്പർ വർക്ക്സ് എല്ലാം ഈ റൂമിലാണ്. നെക്സ്റ്റ് തൊട്ടടുത്ത റൂമിൽ ബാഗേജ് ക്ലൈമും കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ലക്ഷദ്വീപിലേക്ക് നമ്മൾ ചെന്നിറങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് സർവം ഒരു നീലമയം. വൗ, എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ.
നമ്മളുടെ എയർപോർട്ട് പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ എയർപോർട്ടിന് അടുത്ത് വന്നു. ഇവിടെ ആകെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 റൂം തന്നെ ഇല്ല ശരിക്കും പറഞ്ഞാൽ. പേപ്പർ വർക്ക്സിന് എല്ലാത്തിനും ഒരു റൂം, പിന്നെ ബാഗേജ് ക്ലെയിമിനൊരു റൂം. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടി എയർപോർട്ടാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ബീച്ചിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളെ റിസീവ് ചെയ്യാനായിട്ട് QC ട്രാവൽസിലെ ഷബീർ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഷബീർ. ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത് തന്നെ നല്ലൊരു കരിക്കായിട്ട്. ഇവിടെ ഏറ്റവും വില കുറവുള്ള സാധനമാണ് കേട്ടോ, തേങ്ങ കരിക്ക്. ഇവിടെ 5 രൂപയൊക്കെ ഉള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. ഇതാണ് ഷബീർ, QC ട്രാവൽസിൻ്റെ. യെസ്, ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾ നല്ല കിടിലൻ വീഡിയോസ് എല്ലാം എടുത്തു. താങ്ക് യു. എവിടെ തിരിഞ്ഞാലും ബ്ലൂ കളറായിട്ടുള്ള കടല്. ഒന്നാമത്തെ കാര്യം ഇവിടെ പൊല്യൂഷൻ ഇല്ല, പിന്നെ ഇവിടെ റിഫ്ലക്ഷൻ ഉണ്ട്, സ്കൈയുടെ റിഫ്ലക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നതും. അതുകൊണ്ടാണ് ഇവിടെ ബ്ലൂ കളറായിട്ടുള്ള കടൽ വരാൻ സാധ്യത എന്നാണ് പറഞ്ഞത്. ഞാൻ ആദ്യമേ ചോദിച്ചത് എന്താ ഇവിടെ ഒരു ബ്ലൂ കളർ എന്നുള്ളത്. നല്ല രസമുണ്ടല്ലേ, ഭയങ്കര എക്സൈറ്റഡ് ആണ്. എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ഇത്ര തൊട്ടടുത്തായിട്ട് നമ്മൾ എന്തുകൊണ്ട് ഇവിടെ വന്നില്ല എന്നുള്ളതാണ്, ഇത്ര വരാൻ വൈകിയത് എന്നുള്ളതാണ് ഒരു വലിയൊരു ചോദ്യചിഹ്നം. ഇതാണ് കേട്ടോ ഞങ്ങൾ താമസിക്കാൻ പോകുന്ന വീട്. ഞങ്ങൾ ചൂസ് ചെയ്തത് ഹോം സ്റ്റേ ആണ്. ഇവിടെ റിസോർട്ടുകളും ഉണ്ട്, ഞങ്ങൾ പക്ഷേ ചൂസ് ചെയ്തത് ഹോം സ്റ്റേ ആണ്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നതാണ്, നിങ്ങൾ അവിടെ പോയിട്ട് എവിടെയാണ് താമസിച്ചത്, നിങ്ങൾ താമസിച്ച വീട് നല്ലതാണോ എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ വീടിൻ്റെ വീഡിയോസ് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു വീടാണ്. 2 ബെഡ്റൂം ആയിട്ടുള്ള വീട്, ലിവിങ് ഏരിയ, ഒരു നല്ല കിച്ചൺ, നമുക്ക് നല്ലൊരു വർക്ക് ഏരിയ. അതായത് നമ്മൾ സ്വന്തം വീട് എങ്ങനെയാണോ അതേപോലെ തന്നെ ഉള്ളൊരു വീടാണ് അവർ ഞങ്ങൾക്കായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല നീറ്റായിട്ടുള്ള വീടായിരുന്നു. പിന്നെ നമ്മൾ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ടോയ്ലറ്റ്സ് ആയിരിക്കും. ബാത്റൂം എല്ലാം വൃത്തിയുള്ളതായിരിക്കുമോ എന്നുള്ളതെല്ലാം. ഇതെല്ലാം നല്ല നീറ്റായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഫുഡാണെങ്കിലും ഇവിടെയുള്ള ഇത്തമാർ, തൊട്ടടുത്തുള്ള ചേച്ചിമാരാണ് ഞങ്ങൾക്ക് നല്ല നാടൻ ഫുഡെല്ലാം റെഡിയാക്കി തരുന്നത്. ഞങ്ങളപ്പോൾ സ്കൂബ ഡൈവിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. സ്കൂബ ഡൈവിങ്ങിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ അതിലും വലിയ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഞാനിപ്പോൾ അറിഞ്ഞു. ഒന്ന് പറഞ്ഞേ എന്തായിരുന്നു? അതായത് ഇവർക്ക് രണ്ടുപേർക്കും പറയാനൊരു നാണോ എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ നാട്ടിലൊക്കെ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് വിടുകയാണല്ലോ പതിവ്. അതായത് സ്ത്രീധനമൊക്കെ കൊടുത്ത് നമ്മളങ്ങ് പറഞ്ഞ് ഒഴിവാക്കി അങ്ങ് വിടുക ചെയ്യുന്നത്, ആ ചെറുക്കൻ്റെ വീട്ടിലേക്ക് അങ്ങ് വിടുക ചെയ്യുന്നത്. പക്ഷെ ലക്ഷദ്വീപിൽ മാത്രം ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആണുങ്ങളെ കല്യാണം കഴിച്ച് വിടുക ചെയ്യുന്നത്. അതായത് പെൺകുട്ടികളുടെ വീട്ടിലേക്ക് ആണുങ്ങൾ വരുവാണ്, വിത്ത് പുരുഷധനം ആയിട്ടാണ് വരുന്നത്. അവരങ്ങോട്ട് പൈസ കൊടുത്ത് കല്യാണം കഴിച്ച് പെണ്ണുങ്ങളുടെ വീട്ടിലാണ്, ഭാര്യയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു നല്ല സിസ്റ്റം ആണ് കേട്ടോ, അല്ലേ? അങ്ങനെ കെട്ടിച്ചാലോ? അങ്ങനെയാണെങ്കിൽ നീ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ അത് കൊള്ളാട്ടോ. എന്തായാലും അമ്മ റെഡിയാന്നൊക്കെ. അങ്ങനെ കുടുംബക്കാരെന്നെ വെക്കുമ്പോ വരുന്ന നാട്ടുകാരെല്ലാരും ഭക്ഷണം കഴിക്കാൻ എല്ലാരെയും വിളിക്കും. വീട്ടുകാർ തന്നെയാണ് എല്ലാം സെർവ് ചെയ്യുന്നതും കൊടുക്കുന്നതൊക്കെ. പോരാത്തതിന് ആണിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, പെണ്ണിന്റെ വീട്ടുകാരെ ഹെൽപ്പ് ചെയ്യാൻ. അവരും വന്ന് ഹെൽപ്പ് ചെയ്യും. ഇതെനിക്കൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. സ്കൂബ ഡൈവിങ് ചെയ്യാൻ റെഡി ആയിട്ടോ, നല്ല സൂട്ടെല്ലാം ആയിട്ട് ഇരിക്കുകയാണ്. ഇത് നമ്മുടെ ഒരു ഡെഡ് കോറലാണ്. ഡെഡ് ആയിട്ടുള്ളതിനെ കാണണ്ട, കാരണം അവിടെ പോയിട്ട് ഇനി നല്ല അടിപൊളി ജീവനുള്ള സാധനം കാണാനുള്ളതാണ്. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ബ്ലൂ കളറായിട്ടുള്ള ഒരു കടൽ കാണുന്നത്. എനിക്ക് എക്സൈറ്റ്മെൻറ്റ് അറിഞ്ഞ് എന്തൊക്കെ പറയുന്നില്ല. ഞാൻ ആ ബോട്ടിലാണ് പോകാൻ പോകുന്നത്. നമുക്ക് ബാക്കി സ്കൂബ ഡൈവിങ് കാണാം.
കടലിന്റെ നടുക്കൊണ്ടിട്ട് സൈൻ ചെയ്തെല്ലാം നമ്മുടെ സ്കൂബ ഡൈവിംഗ് ടീമാണ് കേട്ടോ. റിസാൽ ഇവരെല്ലാവരുമാണ് നമ്മുടെ സ്കൂബ ടീം. ഇവര് എല്ലാവരും ഉണ്ട്. അമ്മാത്തി സ്കൂബ ഡൈവിംഗ് അടിപൊളിയായിരിക്കും. ഈ നടുക്കടലിൽ നിന്ന് എഴുതി വാങ്ങിക്കുന്ന അത്ര പേടിച്ചിട്ട് എഴുതി കൊടുക്കാല്ലോ. സ്കൂബ ഡൈവിങ്ങിന് മുന്നേ തന്നെ അവർ നമുക്ക് ബ്രീഫ് ചെയ്ത് നല്ലൊരു ക്ലാസ്സൊക്കെ തരുന്നതായിരിക്കും. അതിൽ നമ്മൾ ഏതെല്ലാം തരത്തിലുള്ള സൈനുകളാണ് കടലിൻ്റെ അടിയിൽ, വെള്ളത്തിനടിയിൽ നിന്ന് കാണിക്കേണ്ടത് എന്നുള്ളതെല്ലാം അതിൽ ഉൾപ്പെട്ടിരിക്കും. അതുകൊണ്ട് യാതൊരുവിധ ടെൻഷൻസിൻ്റെയും ആവശ്യമില്ല. കടൽ എന്ന് പറയുന്നത് തന്നെ എന്തൊരു അത്ഭുതമാണല്ലേ. അതിൻ്റെ 1/3 ഭാഗം പോലും നമ്മൾ സ്കൂബ ഡൈവിങ്ങിലൊന്നും കാണുന്നില്ല. പക്ഷേ ഈ ഒരു സ്കൂബ ഡൈവിങ്ങിൽ എൻ്റെ കണ്ണ് തള്ളി പോകുന്ന തരത്തിലാണ് ഞാൻ ഇതിൻ്റെ അടിത്തട്ടിലുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടത്. അതിൽ പലതും എനിക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സ്കൂബ ഡൈവിങ്. കടലിൻ്റെ അടിയിൽ പോയി അവിടെ എന്തൊക്കെയാണ് എന്ന് കാണണം, കടലിൻ്റെ അടിത്തട്ടിൽ പോയി ഒന്ന് നിൽക്കണം എന്നുള്ളതെല്ലാം. ഇത്രയും കാലം കരയിലല്ലേ ഞാൻ ഡാൻസ് കളിച്ചിട്ടുള്ളൂ. ഇപ്പം നമ്മൾ കടലിൻ്റെ അടിയിലും കടലിൻ്റെ അടിത്തട്ടിലും നിന്ന് വരെ ഡാൻസ് കളിച്ചു. അവിടെ വരെ പോയിട്ട് അവിടെ ഒരു ഡാൻസ് പ്രോഗ്രാം ചെയ്തില്ലെങ്കിൽ മോശമല്ല. അത് കാരണം ഞാൻ തച്ചിനിരുന്നങ്ങ് ഡാൻസ് കളിച്ചു. ലക്ഷദ്വീപ് ഫേമസ് ആയിട്ടുള്ളത് കോറൽ ബീച്ച് എന്നുള്ളത് കൊണ്ടാണ്. അതായത് പവിഴപ്പുറ്റുകളുടെ ബീച്ചാണ്, കടലാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. നമുക്ക് പവിഴപ്പുറ്റുകൾ കാണാൻ സാധിക്കും. ഈ പവിഴപ്പുറ്റുകളുമായിട്ട് ചുറ്റുപറ്റി ജീവിക്കുന്ന ഒരുപാട് നല്ല കളർ മത്സ്യങ്ങൾ, നമ്മൾ അക്വേറിയത്തിലൊക്കെ കണ്ടിട്ടുള്ളതിനേക്കാളും 100 മടങ്ങ് കളറുള്ള പല ഡിഫറെൻറ്റ് കളേഴ്സുള്ള ഒരുപാട് മീനുകളും ജീവികളും ഈ പവിഴപ്പുറ്റുകളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നുണ്ട്. അവരുടെ ഒരു ആവാസ കേന്ദ്രം തന്നെയാണ് ഈ പവിഴപ്പുറ്റ് എന്ന് പറയുന്നത്. ബ്രെയിനിൻ്റെ ഷേപ്പിലുള്ള കോറൽസിനെ നമ്മൾ ബ്രെയിൻ കോറൽസ് എന്നാണ് പറയുന്നത്. പിന്നെ ജെല്ലി ഫിഷുകളുണ്ട്, സീ അണിമൂൺ, അങ്ങനെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പീസീസുകളെ നമുക്ക് കടലിനടിയിൽ കാണാൻ സാധിക്കും. വയലറ്റ് കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പർ. കുറെ കാലത്തൊരു ആഗ്രഹമായിരുന്നു കടലിന്റെ അടിയിൽ എന്തൊക്കെയാണെന്ന് അറിയണമെന്നുള്ളത്. നേരിട്ട് കാണുന്നത് സൂപ്പർ. തൊട്ടടുത്ത് കണ്ടു. നമ്മളിങ്ങനെ തൊട്ട് ഉപദ്രവിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു മാത്രമൊന്നും തൊടാതിരുന്നത്. സൂപ്പർ, ഭയങ്കര അതാണ് സൂപ്പർ.
ഇന്ന് ചെയ്യുന്നത് ഗ്ലാസ് ബോട്ടിംഗ്. നമ്മുടെ ഈ ബോട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് നമ്മളുടെ മീനിനൊക്കെ കാണാം. കണ്ടോ കണ്ടോ നല്ല ഫാസ്റ്റ് ആയിട്ട് സ്പീഡ് പോകണം. അമ്മ ഒരു ഹായ് കാണിച്ചേ. എന്താ അടിപൊളിയല്ലേ? ഇല്ല 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 ഒന്ന് വെറുതെ ഇരിക്കമ്മ. നമ്മുടെ പരൽമീനില്ലേ, അത് ബ്രെയിനിന്റെ പോലെ ഇരിക്കുന്നത്. അതാ ബ്രെയിൻ കോറൽ. അങ്ങനെയൊക്കെ ബീട്രൂട്ട് അതാവുന്നു. ആമ പോണ് രാന ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഐലൻഡാണ് കൽപ്പിട്ടി ഐലൻഡ്. ഇവിടെ നമ്മളൊരു സൈറ്റ് സീയിങ് ഒക്കെ ആയിട്ട് നല്ല കിടിലൻ ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റിയ ഏരിയയാണ്. അത് കണ്ടില്ല അതാ. പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുത്തെ സ്പെഷ്യലായിരുന്നു. കിലാഞ്ചിയും തേങ്ങാപ്പാലിൽ പഴം അരിഞ്ഞിട്ടതും. ഞങ്ങളങ്ങനെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ്, ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ്. ഞങ്ങൾ ഇന്ന് പോകുന്നത് ബണ്ണാരം ഐലൻഡിലേക്കാണ്. അവിടെ ഒരുപാട് സംഭവങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഇന്നലെ കണ്ടതൊന്നുമല്ല ലക്ഷദ്വീപ് എന്നാണ് ഇവർ പറയുന്നത്. ഇന്ന് ഞങ്ങൾ ഫുൾ ഡേ ഇവിടുന്ന് നമ്മളൊരു ബോട്ടിൽ ഒരു 1 hour ജേണി ഉണ്ട്. എന്നിട്ട് ബണ്ണാരം ഐലൻഡിൽ ചെല്ലും. അവിടെ നമ്മളിങ്ങനെ ഈ പൊളിഞ്ഞ ഒരു ഷിപ്പൊക്കെ കിടക്കുന്നതായിട്ടൊക്കെ ഫോട്ടോ കണ്ടിട്ടില്ലേ, അതൊക്കെ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും അവിടെ ഒന്ന് പോയി നോക്കാം. അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ. ഒരുപാട് നല്ല മനസ്സുള്ള മനുഷ്യരും എന്ത് സഹകരണമാണെന്ന് അറിയോ ഇവിടെ. ഒന്നാമത് ഇങ്ങനെ അടുത്തടുത്താണ് വീട് ഇരിക്കുന്നതും എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഒത്തിരി നല്ല സ്നേഹമുള്ളൊരു ബോണ്ടിങ് ഒക്കെ ഉണ്ട്. നമ്മൾ വന്നപ്പോഴാണേലും നമുക്കുള്ള ഫുഡ് അങ്ങനെ ഒരുപാട് നമ്മളെ ഭയങ്കര ട്രീറ്റ് ചെയ്യുന്ന നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന ഒരു സ്നേഹവും ഒക്കെ ഉള്ള ആൾക്കാരുമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇന്ന് എന്തായാലും ബണ്ണാരം ഐലൻഡിൽ പോയിട്ട് അവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം. അവിടെയാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിജി അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് VIPs ഒക്കെ വരുന്ന ഒരു ഐലൻഡാണത്. അപ്പോൾ എന്തായാലും VIP ആയിട്ട് ഞാനും പോകാമെന്ന് വിചാരിച്ചു. കടൽ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഭീതി കൂടിയുണ്ടല്ലേ, ഒരു ഭീകരത കൂടിയുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വിപരീതമായിട്ടാണ് ലക്ഷദ്വീപിലെ കടൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ആഞ്ഞടിക്കുന്ന തിരകൾ ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് പുറം കടലിൽ നിന്ന് വരുന്ന തിരയെ തടുത്ത് നിർത്തുന്നത് ഇവിടെയുള്ള പവിഴപ്പുറ്റുകളാണ്. അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മളിവിടെ കടലിൽ നീന്താം, നമുക്ക് ചാടി കുത്തിമറിയാം, കളിക്കാം. ഒരിക്കലും നമുക്കൊരു പേടിച്ച് കടലിനെ കാണേണ്ട ഒരു രീതി ഇവിടെ വരുന്നില്ല. ഷിപ്രാക്കിലെത്തി. ഇപ്പൊ നമ്മൾ ആദ്യം സ്നോർക്ലിംഗ് ചെയ്യാൻ പോവാ. ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് സ്നോർക്കലിംഗ് ആണ്. ഒരുപാട് പേര് എന്നോട് സ്നോർക്കലിങ്ങിൻ്റെയും
സ്കൂബ ഡൈവിങ്ങിൻ്റെയും തമ്മിലുള്ള ഒരു വ്യത്യാസം ചോദിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് ചെയ്യുന്നതിന് മുൻപ് വരെ എനിക്കും വലിയ വ്യത്യാസം എന്തൊക്കെയാണെന്നുള്ളത് അറിയില്ലായിരുന്നു. സ്നോർക്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് അടിത്തട്ടിലേക്ക് പോകുന്നില്ല. ഏകദേശം വാട്ടർ ലെവലിൽ തന്നെ പൊങ്ങിക്കിടന്നുകൊണ്ട് തന്നെ എന്നാൽ അടിത്തട്ടിലുള്ളതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ മീനുകളെല്ലാം നമ്മളുടെ അടുത്ത് വരും, അതാണ്. പക്ഷേ സ്കൂബ ഡൈവിങ് എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും അടിത്തട്ടിൽ പോയി കോറൽസിനെ എല്ലാം കണ്ട് തൊട്ട് അടിത്തട്ടിലെല്ലാം നമ്മൾ തൊട്ട് നിൽക്കുന്നുണ്ട്. അത് രണ്ടുമാണ് എനിക്ക് വലിയൊരു വ്യത്യാസം തോന്നിയത്. അല്ലാതെ ഇതെല്ലാം സെയിം ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പണ്ട് വന്ന് ലക്ഷദ്വീപിൻ്റെ പുറം കടലിൽ തകർന്നു പോയ ഒരു ഷിപ്പിൻ്റെ അവശിഷ്ടങ്ങളാണ്. അത് പയ്യെ തിരയടിച്ച് ഈ ഭാഗത്തേക്ക് വന്നിരിക്കുന്നതാണ്. സൂപ്പർ, കടലിൽ നീന്തി. കക്ക പൊട്ടി. അല്ല, കക്കല്ല, ശംഖ്. ശംഖൊന്നും എടുത്തോണ്ട് പോകാൻ പാടില്ല. എടുക്കുന്നില്ല. അമ്മ എങ്ങനെയുണ്ട്? വണ്ടിയൊക്കെ മണലില് പൂണ്ടുപോയിട്ട് ഏൽപ്പിക്കില്ല. അതെടുക്കാൻ കിട്ടണമായിരുന്നു. നമ്മളിതിന്റെ ഉൾഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഉൾഭാഗം ലക്ഷദ്വീപിന്റെ അകത്തിട അല്ലേ? തിണ്ണകര. ഇപ്പൊ നമ്മള് നടക്കുന്ന സ്ഥലമാണ് തിണ്ണകര. അതിന്റെ ഉള്ളിലെത്തി ഇപ്പൊ നമ്മൾ. എല്ലായിടത്തും ബ്ലൂ സീ തന്നെ, പക്ഷെ ഇവിടെ വരുമ്പോൾ കുറച്ച് നമുക്ക് ബീച്ചും എല്ലാം കിട്ടും.
നല്ല സോഫ്റ്റ് മണ്ണതാ. ഇവിടുത്തെ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ ജസരി ഭാഷയാണ് കേട്ടോ. മലയാളം, തമിഴ്, ഉറുദു എല്ലാത്തിൻ്റെ ഒരു മിക്സാണ്. മലയാളവും ഇവർക്ക് നന്നായിട്ട് അറിയാം. തെങ്ങിന്റെ തെളിനീരിൽ നിന്നും ഉണ്ടാക്കുന്നതാണ് അവർ പറഞ്ഞത്. തെങ്ങിന്റെ മീര എടുത്ത് അത് തെങ്ങിന്റെ ഈ തേനെടുത്ത് അതുകൊണ്ട് അടുപ്പിൽ വെച്ച് കുറുക്കി ഉണ്ടാക്കുന്നതാണ് ഇതുകൊണ്ടാണ് ഉണ്ട ഉണ്ടാക്കുന്നത്. ഇവിടെ ഉണ്ട് അത് ദീപം ഉണ്ടല്ലേ, ഈ ശർക്കര കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അല്ലല്ല, ഇത് ശർക്കര കൊണ്ട് ശർക്കര കലക്കിയ വെള്ളമാണ്. ഇതിന്റെ പേര് കട്ടിത്തണ്ണി എന്ന് പറയും. കട്ടിത്തണ്ണി ഇത് വറ്റ. മുകളിൽ ശ്രദ്ധിക്കുക, ചെറിയ വറ്റ ഇപ്പൊ പിടിച്ച് അത് ചെറിയ മുള്ളുണ്ടാവും, ശ്രദ്ധിക്കണം. ചൂടാക്കി കുറെ സമയം ഇങ്ങനെ ഇളക്കി പരുവത്തിലാക്കി ഇവര് ഇതാണ് ഇവിടെ ഇത് നമ്മുടെ മറ്റേ ശർക്കര പാനി. കൊച്ചൊരു സാധനം കൊണ്ട് തന്നു. എന്താ എനിക്കൊന്നില്ലോ തീബുണ്ട. അവര് കിടക്കണോ അവരവിടെ വേണം ഉണ്ണിക്ക് കൊടുക്കേ മതി. ഓ എന്തായാലും പറയും. തേങ്ങ എല്ലാം ഉണ്ട്. തേങ്ങയും കരിപ്പെട്ടി ലക്ഷദ്വീപിൻ്റെ അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ പാമ്പില്ല, പട്ടിയില്ല, കാക്കയില്ല. പേരിന് മാത്രം 1-2 പശുക്കളുണ്ടാവും. ഇവിടെ ആടുകളാണ് കൂടുതലുള്ളത്. സൂപ്പന്റെ ബെഡ്റൂമാണിത്. നല്ല ഉറപ്പുണ്ട്, ചൂരിലല്ലേ. നമ്മളിപ്പോ തിണ്ണകര ഐലൻഡ് കഴിഞ്ഞ് ഫുൾ കവർ ചെയ്തു. എന്നിട്ട് നമ്മളിപ്പോ അവിടെയാണ് ബംഗാരം ഐലൻഡ്. നമ്മൾ അങ്ങോട്ട് പോകാം. ഓക്കെ, വാ. ഈ ഐലൻഡിലാണ് നമ്മുടെ PM മോദിജി, നരേന്ദ്രമോദിജി വന്നതും ബംഗാരം റിസോർട്ടിലാണ് താമസിച്ചതും. നമുക്കൊന്ന് ചുറ്റി കറങ്ങിയിട്ട് വരാം. ഇതാണ് ബംഗാരം റിസോർട്ട്. കംപ്ലീറ്റ്ലി സീ ഫേസിംഗ് ആയിട്ടുള്ള റൂംസ് ആയിരിക്കും ഇവിടെ ഉള്ളത്. ഇവിടെ ലക്ഷദ്വീപിലെല്ലാം സീ ഫേസിംഗ് ആണ് എങ്കിൽ കൂടിയും ഇത് കുറച്ചുകൂടി നമ്മൾ ബീച്ചിന് അടുത്തായിട്ടായിരിക്കും ഇവിടെ റൂംസ് എല്ലാം വരുന്നതും. 25,000 മുതൽ 30,000 രൂപ വരെ ഇവിടെ റൂമിന് പെർ നൈറ്റ് ഉണ്ട്. റിസോർട്ടിൽ തന്നെ ഹെലിപാഡും ഉണ്ട്. അതുകൊണ്ട് തന്നെ VVIPs എല്ലാവരും വരുമ്പോൾ ഇവിടെ ആയിരിക്കും ലാൻഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് കണ്ട റിസോർട്ടില്ലേ, അതാണ് ബംഗാരം റിസോർട്ട്. ഇവിടെ ആയിരുന്നു നമ്മളുടെ PM നരേന്ദ്രമോദിജിയൊക്കെ ഈ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളവിടെ ഫുൾ ചുറ്റി നടന്ന് കണ്ടു. നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് സാൻഡ് ബാഗാണ്. ഇതാ നിങ്ങളിത് കണ്ടു നോക്ക്, ഫുൾ ബ്ലൂ സീ, അതിൻ്റെ നടുക്ക് വെള്ള മണലാണ്. അതുകൊണ്ടാണ് സാൻഡ് ബാഗ് എന്ന് പേരൊന്നുണ്ടാവും അല്ലേ. സാൻഡ് ബാഗ് ഇതാ
പുള്ളിനി അവിടെ വരെ ഉണ്ട്. വെളുത്ത മണ്ണ്. ഇവിടുത്തെ മണ്ണിൽ ഏറ്റവും വലിയ പ്രത്യേകത വെളുത്ത മണ്ണ് നമ്മുടെ ടാൽക്കൻ പൗഡർ പോലെ ഇരിക്കും. ഭയങ്കര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മണലാണ്. അപ്പോൾ നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. അവിടെ പോയി കുറച്ച് ഫോട്ടോസും റീൽസൊക്കെ എടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പറ്റിയാൽ നമുക്ക് ഒന്നുകൂടി ഒരു സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അത് ഒരാളൊന്ന് വളരെ അത്യാവശ്യമായിട്ട് നീന്തി പോകുന്ന നോക്ക്. നമ്മുടെ കൂടെ ഒന്നാളാ അല്ല വേറെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കടല്, കണ്ണീര് പോലെ തെളിഞ്ഞ വെള്ളം എന്നൊക്കെ പറയുമ്പോൾ അല്ലേ? ഞാൻ ആദ്യമായിട്ട് ഒരു കടലിലെ വെള്ളം ഇത്ര ക്ലിയർ ആയിട്ട് കാണുന്നത്. നമ്മുടെ അവിടെയൊക്കെ കടലിൽ ഭയങ്കര പൊല്യൂഷൻ അല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ മണലാണെങ്കിലും ബ്രൗൺ കളർ മണ്ണ്, അപ്പോൾ അടുത്തിട്ടൊന്നും നമുക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. പിന്നെ ഭയങ്കര തിരയായിരിക്കും. ഇവിടെ തിരയില്ല, വളരെ ശാന്തമായിട്ടുള്ള കടല്, നല്ല ക്ലിയർ വെള്ളം, അടിത്തട്ട് വരെ തിരയൊക്കെ തടഞ്ഞു നിർത്താൻ അവിടെ പവിഴപ്പുറ്റുകളുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ ഉള്ളിലേക്ക് തിര അല്ലേ. പവിഴപ്പുറ്റുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് തിര ഇങ്ങനെ നമ്മളെ മലത്തി ഇടിച്ചിരുന്ന് തിരയൊന്നും അവിടെ കണ്ട ആ വൈറ്റ് കണ്ട അവിടെ അടിക്കുന്നത് അവിടെയാണ് തിര ഉള്ളത്. അവിടെ ആ പവിഴപ്പുറ്റുകൾ അതെല്ലാം തടഞ്ഞു നിർത്തും. പിന്നെ നല്ല ക്ലിയർ ആയിട്ടുള്ളതാ കോറൽസ് പൊടിഞ്ഞതും ഉണ്ട്. അതുകൊണ്ടാണ് ഇത്ര വൈറ്റ് ആയിട്ട് കിടക്കുന്നത്. കടലിലെ മണ്ണിര, ഇവരിവിടെ പാമ്പെന്നാണ് പറയുന്നത്. ഇത് നമ്മൾ മീൻ പിടിക്കാൻ നേരത്ത് ഇതിട്ടിട്ട് അതിലിപ്പോൾ മീൻ കൊത്തും അല്ലേ? അതിലാണ് പിടിക്കണേ. ഞാൻ ആദ്യം വിചാരിച്ചു നമ്മുടെ സ്ക്വിഡില്ലേ അപ്പലെന്ന് വിചാരിച്ച നീരാളി, അതിനെ നമ്മൾ അപ്പലെന്ന് പറയാം. ഇത് ശരിക്കും ജീവനുണ്ടല്ലേ? ഇത് ഓരോരോ ഇളയായിട്ടാണുള്ളത്. മീൻ പിടിക്കാൻ നല്ല ഇത് കോത്തെടുത്തിരിക്കുകയാണ്. നമ്മളവിടെ നമ്മുടെ മണ്ണിര ഇട്ട് കൊടുക്കില്ല, അത് തന്നെ സാധനം മണ്ണിര പോലെ തന്നെ. പക്ഷെ ഇവര് ഇച്ചിരി നീളമുണ്ട്. പിന്നെ തന്നെ ഇവര് ഇതിനെ പാമ്പെന്ന് പറയുന്നത് അല്ലേ? വേറെ പാമ്പില്ല, അതുകൊണ്ട് വേറെ പാമ്പില്ലാത്ത. അതെ, ലക്ഷദ്വീപിൽ വേറെ പാമ്പില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ഇവര് ഇതിനെ പാമ്പിനെ അഡ്ജസ്റ്റ് പാട്ട് ഫന്തിച്ച് പാട്ടിയാണ്. ഇതാണ് നീരാളി, അപ്പലെന്ന് പറയും ഇവിടെ. അതാണ് അതിന്റെ പല്ല്. കണ്ണ് ഇത് ഒരുപാട് അങ്ങ് പോവോ? ഇതെങ്ങനെ പിടിക്കുമ്പോ തന്നെ ചത്തുവോ? ഇതാ മറ്റേ കോറലിന്റെ ഒക്കെ ഞങ്ങൾ പോയിട്ട് കണ്ടില്ലല്ലോ. അത് വേറെ കളറിലാണ് നിൽക്കുക, പെട്ടെന്ന് കാണില്ല. എന്റെ തലയിലൊക്കെ ആയിരിക്കും പാമ്പൊക്കെ പോലെ. ഇല്ല, മറ്റുള്ള വീഡിയോ മറ്റവർക്ക് മറ്റേ ഇനവളൊക്കെ ഇടുക. ഇത് കറി വെക്കാനുള്ള കേട്ടോ. കറി വെക്കാനുള്ള നീരാളി, നീരാളിയാണിത്. നീരാളി ഒട്ടിപ്പിടിക്കും. ആ ഇത് ഉണ്ട്. ഇത് ഒരു തരം നമ്മുടെ ഈ റബ്ബർ ഗ്ലാസ്സിൽ ഒട്ടിക്കുന്നത്. ഇതെന്താ അതിന്റെ? അതിന്റെ കാല് കാല് കാലാ? ഇത് ഫോർട്ടാണിത്. ഈ കാണുന്നത് ഗുഡ്സ് ഷിപ്പാണ്. ഇതിലാണ് ലക്ഷദ്വീപുകാർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവരുന്നത്. അങ്ങനെ ഞങ്ങളുടെ 3rd ഡേ ആയി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഈ കാണുന്ന ഇത്തമാരാണ് ഞങ്ങൾക്ക് നല്ല കിടിലൻ ഫുഡ് ഉണ്ടാക്കി തന്നത്. ഞങ്ങളങ്ങനെ നേരെ പോയത്
നമ്മൾ ഇന്നലെ കണ്ട ഫോർട്ടിലേക്കാണ്. ഇതാണ് പാസഞ്ചർ ഷിപ്പ്. ലക്ഷദ്വീപിലേക്ക് നമ്മൾ കപ്പലിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഷിപ്പിലായിരിക്കും നമ്മൾ വരുന്നത്. ശരിക്കും ട്രാവൽ ചെയ്യാനുള്ള സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ഷിപ്പ് നല്ലൊരു അനുഭവമായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ലക്ഷദ്വീപ് ട്രിപ്പ് തൽക്കാലത്തേക്ക് മാത്രം ഒന്ന് നിർത്തിവെച്ചു. എന്നുവെച്ചാൽ നിർത്തിവെച്ചു മീൻസ് തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. ഒട്ടും താല്പര്യമില്ലാതെയാണ് ഇപ്പോൾ വരുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഒരുപാട് സ്നേഹമുള്ള മനുഷ്യരും ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലവുമാണ്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്കിവിടുന്ന് പോരാ. ഞങ്ങൾ ആക്ച്വലി 2 days and 2 nights ഉണ്ടായിരുന്നത്. അതിൽ ഞങ്ങൾ ഓടി വന്ന ആക്ടിവിറ്റീസ് എല്ലാം ഞങ്ങൾ കവർ ചെയ്തു. പക്ഷേ അത് പോരാ, കുറേ ദിവസം കൂടി ഇവിടെ നിൽക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ നാട്ടിൽ വന്നിട്ട് ഷൂട്ടും പ്രോഗ്രാംസും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് വേഗം തിരിച്ചു വരാണ്. അപ്പോൾ ഒത്തിരി സ്ഥലം, നിങ്ങളൊരു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണിത്. എന്തായാലും നിങ്ങൾ ഇവിടെ വന്നിരിക്കണം. ഓക്കെ, അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ പറയാം.